നമസ്കാരം. ഇന്നത്തെ തോട്ട് ഓഫ് ദി ഡേ APJ അബ്ദുൽ കലാം സാറിൻ്റെ വിങ്സ് ഓഫ് ഫയറിൽ നിന്നുള്ള വേർഡ്സാണ്. പക്ഷികൾ പറക്കുന്നത് നമുക്കെല്ലാം കൗതുകമാണ്. പരുന്ത് പറക്കുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരുന്ത് എപ്പോഴും പറക്കുന്ന അനേകായിരം പക്ഷികൾക്ക് മുകളിൽ, ആകാശത്തിനുമപ്പുറം മുകളിലേക്ക് കുതിച്ചാണ് പറക്കുന്നത്. ആരുണ്ട് എന്നെ തോൽപ്പിക്കുവാൻ എന്ന ഭാവത്തിൽ. ഉയർന്നു പറക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു പാഠം ഇത് നൽകുന്നുണ്ട്. പരുന്ത് ഒരിക്കലും കുരുവികളോടൊപ്പമോ മറ്റു ചെറിയ പക്ഷികളോടൊപ്പമോ പറക്കാറില്ല. പരുന്തിനോടൊപ്പം മാത്രമേ പറക്കുകയുള്ളൂ. ജീവിതത്തിൽ വിജയങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടായിരിക്കണം നമ്മൾ ഇടപഴകേണ്ടത്. എല്ലാറ്റിലും കുറ്റവും കുറവും കാണുന്ന നെഗറ്റീവ് ചിന്താഗതിക്കാരുമായിട്ടാണ് നമ്മളുടെ സഹവാസമെങ്കിൽ വിജയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലെ അഗ്നിയെ കെടുത്താൻ അത് മതിയാകും. നാം ആരുമായി സഹകരിക്കുന്നുവോ അവരുടെ സ്വഭാവം ഒരു പരിധിവരെ നമ്മളെയും സ്വാധീനിക്കും. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്നത് ഇവിടെ അർത്ഥവത്താണ്. പരുന്തിൻ്റെ കാഴ്ചശക്തി അപാരമാണ്. 5 കിലോമീറ്റർ ദൂരത്തിലൂടെ പറന്നാൽ പോലും ഇരയെ അതിന് തിരിച്ചറിയാനാകും. മാത്രമല്ല, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അവയെല്ലാം മറികടന്ന് പരുന്ത് തൻ്റെ ലക്ഷ്യമായ ഇരയെ റാഞ്ചിയെടുക്കും. ഇത്തരത്തിൽ ജീവിതത്തെക്കുറിച്ചും ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് വേണം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഞാൻ എവിടെ എത്തിച്ചേരണം? 1 വർഷത്തിനുള്ളിൽ നാം സ്വന്തമാക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുട്ടിടുമ്പോൾ വിജയത്തിൻ്റെ പൂക്കൾ താനേ വിടരും. പരുന്ത് ഒരിക്കലും ചത്തതോ ആരെങ്കിലും മിച്ചം വെച്ചതോ ആയ ഇരകളെ ഭക്ഷിക്കാറില്ല. തനിക്ക് വേണ്ട ഇരകളെ കണ്ടുപിടിക്കുകയും അതുക്ക് മേലെ റാഞ്ചി പറന്നു പോവുകയുമാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ കരുണയും സഹതാപവും കാത്തിരിക്കാതെ അവസരങ്ങൾ തേടിപ്പിടിച്ച് അവ റാഞ്ചിയെടുക്കുകയാണ് വേണ്ടത് എന്ന പാഠം ഇത് നമ്മെ പഠിപ്പിക്കുന്നു. മഴയിൽ എല്ലാ പക്ഷികളും കൂടുകളിൽ അഭയങ്ങൾ കണ്ടെത്തുന്നു. എന്നാൽ പരുന്ത് മഴയെ ഒഴിവാക്കുന്നത് മേഘങ്ങൾക്ക് മുകളിൽ പറന്നാണ്. പ്രശ്നങ്ങൾ സാധാരണമാണ്. എന്നാൽ അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് പരിഹാരങ്ങളിൽ വ്യത്യാസമുണ്ടാക്കുന്നത്. കൊടുങ്കാറ്റുണ്ടാവുമ്പോൾ മറ്റു പക്ഷികൾ പേടിച്ചരണ്ട് മാളങ്ങളിൽ ഒളിക്കും. എന്നാൽ ഈ വെല്ലുവിളിയെ ഒരവസരമായിട്ടാണ് പരുന്ത് കാണുന്നത്. കൊടുങ്കാറ്റിനൊപ്പം പരുന്ത് ഉയർന്നു പറക്കും. എന്നിട്ട് തൻ്റെ ചിറകുകൾ വിടർത്തി വെറുതെ നിൽക്കും. അങ്ങനെ കാറ്റിൻ്റെ ശക്തിയാൽ പരുന്ത് ചിറകടിക്കാതെ കിലോമീറ്ററുകളോളം പറക്കും. ജീവിതത്തിൽ ഇളം തെന്നലുകളെ മാത്രം പ്രതീക്ഷിച്ച് നമ്മൾ കഴിയരുത്. കൊടുങ്കാറ്റുകളെയും പ്രതീക്ഷിക്കുക. അതുക്ക് മേലെ പറക്കുക. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയവരാണ്. നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുകളുണ്ടാവും. പക്ഷേ പരാജയങ്ങളുടെ കാലത്താണ് ഭാവി വിജയത്തിൻ്റെ വിത്തുകൾ ഏറ്റവും മനോഹരമായി പാകാൻ നമുക്ക് സാധിക്കുന്നത്. പരുന്ത് മുട്ടയിടുവാൻ കാലമാവുമ്പോൾ ആൺപരുന്തും പെൺപരുന്തും കൂടി സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുന്നു. ശത്രുക്കൾക്ക് ഒരു വിധത്തിലും കാണുവാൻ സാധിക്കാത്ത തരത്തിൽ ഏതെങ്കിലും ഉയർന്ന മരത്തിൻ്റെ ഉയർന്ന ശിഖരത്തിലാണ് അവർ കൂടുവയ്ക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം നാം കെട്ടുന്ന കൂടുകൾക്ക് അല്ലെങ്കിൽ ഏർപ്പെടുന്ന പ്രവൃത്തികൾക്ക് ബലം കുറവായതുകൊണ്ടാണ്. ഏതൊരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിത്തറ ഉറപ്പുള്ളതാണോ എന്ന് പരിശോധിക്കണം. കുട്ടികൾ പറക്കമുറ്റാറാവുമ്പോൾ തള്ളപ്പക്ഷി അതിനെ കൊത്തി കൂടിന് വെളിയിലേക്കിടും. കുഞ്ഞുങ്ങൾ ബലമില്ലാത്ത തങ്ങളുടെ കുഞ്ഞു ചിറകുകൾ ഉപയോഗിച്ച് പറക്കുവാൻ ശ്രമിക്കും. പക്ഷേ സാധിക്കാതെ അവ കൂട്ടിൽ നിന്നും താഴേക്ക് വീഴും. കുഞ്ഞു ചിറകുകൾ മുറിഞ്ഞ് രക്തം ധാരയായി പുറത്തേക്ക് ഒഴുകും. പക്ഷേ ഇതൊന്നും തള്ളപ്പരുന്ത് ഗൗനിക്കില്ല.
കുഞ്ഞുങ്ങൾ ശരിയായി പറക്കുന്നത് വരെ അത് തുടരും. കാരണം തള്ളപ്പരുന്തിനറിയാം, നാളെയിൽ വരാനിരിക്കുന്ന വലിയ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും നേരിടണമെങ്കിൽ ഇത്തരം കുഞ്ഞു പ്രയാസങ്ങളിലൂടെ കുഞ്ഞു പരുന്ത് കടന്നുപോയേ തീരൂ എന്ന്. ആദ്യ പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. ബെസ്റ്റ് വിഷസ്.